അമേരിക്കയെക്കുറിച്ചുള്ള സങ്കല്പം തന്നെ സമ്പന്നരുടെ നാടെന്നാണ്. എന്നാൽ അടിമകളുടെ മകളായി ജനിച്ച അവിടുത്തെ അതിസമ്പന്നരിൽ ആദ്യമായി മില്യനെയർ പദവിയിലേക്ക് ഉയർന്ന കോടീശ്വരിയെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. വ്യവസായിയും സാമൂഹിക പ്രവർത്തകയും മനുഷ്യാവകാശവാദിയുമൊക്കെയായ മാഡം CJ വോക്കറാണ് അമേരിക്കയിലെ ആദ്യ വനിതാ മില്യനെയർ എന്ന പദവി വഹിക്കുന്നത്. എളിയ ജീവിതത്തിൽ നിന്ന് സൗന്ദര്യ വസ്തുക്കളുടെ വ്യവസായ മേഖലയിലെ പയനിയറായി അവർ അമേരിക്കൻ ചരിത്രത്തിൽ നിലകൊള്ളുന്നു. ആഫ്രിക്കൻ അമേരിക്കൻ സ്ത്രീകൾക്ക് മുടി സംരക്ഷണത്തിൽ വിപ്ലവം സൃഷ്ടിച്ച അവർ സ്വന്തം ഉൽപ്പന്നങ്ങൾ സൃഷ്ടിച്ചാണ് ഉയർച്ചയിലേക്ക് കുതിച്ചത്. തന്റെ നൂതനമായ ബിസിനസ് മോഡലിലൂടെ അവർ സ്ത്രീകൾക്ക് തൊഴിലും സാമ്പത്തിക സ്വാതന്ത്ര്യവും നൽകി. വിജയകരമായ ബിസിനസ്സുകാരിക്കപ്പുറത്ത് വോക്കർ ഒരു മനുഷ്യസ്നേഹിയും പൗരാവകാശവാദങ്ങൾക്കു വേണ്ടി വാദിക്കുന്നവരുമായിരുന്നു. 1867 ഡിസംബർ 23 ലൂസിയാനയിലെ ഡെൽറ്റയിൽ ജനിച്ച സാറ ബ്രിഡ്ലോവ് മുൻപ് അടിമകളായിരുന്ന മാതാപിതാക്കളുടെ മകളായിരുന്നു. 1863 പ്രസിഡന്റ് എബ്രഹാം ലിങ്കൻ വിമോചന പ്രഖ്യാപനത്തിൽ ഒപ്പുവെച്ചതിന് ശേഷം അവരുടെ കുടുംബത്തിൽ ആദ്യമായി സ്വതന്ത്രയായി ജനിച്ചത് വോക്കറായിരുന്നു. 10 വയസ്സുള്ളപ്പോൾ സാറ തന്റെ മൂത്ത സഹോദരിക്കും ഭർത്താവിനുമൊപ്പം താമസിക്കാൻ മിസിസിപ്പിയിലെ വിസ്ബർഗിലേക്ക് മാറി. വീട്ടുവേലക്കാരിയായി ജോലി ചെയ്ത അവർ സൺഡേ സ്കൂളിൽ നിന്ന് 3 മാസത്തെ വിദ്യാഭ്യാസം മാത്രമാണ് നേടിയത്. വോക്കർ 14-ാം വയസ്സിൽ 1882 മോസസ് മിക്കുലംസിനെ വിവാഹം കഴിച്ചു. 87 അദ്ദേഹത്തിന്റെ മരണശേഷം വീണ്ടും 1894 അവർ പുനർവിവാഹം കഴിച്ചു. 1903 അവർ രണ്ടാമത്തെ ഭർത്താവിനെ ഉപേക്ഷിച്ചു. 1996 ചാൾസ് ജോസഫ് വോക്കറിനെ വിവാഹം കഴിച്ചു. അങ്ങനെ മാഡം CJ വോക്കറായി. 1912 അവർ വിവാഹമോചനം നേടി. ഇൻഡോർ പ്ലംബിങ്ങും വൈദ്യുതിയും കുറവായിരുന്ന ഒരു കാലത്ത് കഠിനമായ ഉൽപ്പന്നങ്ങൾ, മോശം ഭക്ഷണക്രമം, അസുഖം, പരിമിതമായ ശുചിത്വം തുടങ്ങിയവയൊക്കെ കാരണം വോക്കറിന് കടുത്ത താരൻ, കഷണ്ടി, തലയോട്ടി രോഗങ്ങൾ എന്നിവ അനുഭവപ്പെട്ടു. തുടർന്ന് അവർ ചില പച്ചില മരുന്നുകൾ വെച്ച് ഒരു ഉൽപ്പന്നമുണ്ടാക്കി സ്വന്തം തലയിൽ തേച്ചു. പെട്രോളിയം ജെല്ലി, സൾഫർ, വെളിച്ചെണ്ണ, മുടി വളർച്ച പ്രോത്സാഹിപ്പിക്കുന്ന മറ്റു ചില പ്രകൃതി ചേരുവകൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. സംഭവം വൻ വിജയമായി. 1905 കൊളറാഡോയിലെ ഡെൻവറിലേക്ക് മാറിയപ്പോൾ അവളുടെ ഹെയർ കെയർ ഉൽപ്പന്നങ്ങൾ ഒരു ബിസിനസ്സായി. ഉൽപ്പന്നങ്ങൾ വീടുകൾ തോറും കയറിയിറങ്ങി വിൽക്കാൻ തുടങ്ങി. ഷാംപൂ, പോംമെയ്ഡ്, ആരോഗ്യമുള്ള മുടിക്ക് മറ്റു ഉൽപ്പന്നങ്ങൾ എന്നിവ ഉൾപ്പെടുന്നു. അവളുടെ ആദ്യ വിജയകരമായ ഉൽപ്പന്നം മാഡം വോക്കറുടെ വണ്ടർഫുൾ ഹെയർ ഗ്രോവർ ആയിരുന്നു. താമസിയാതെ ബിസിനസ് അഭിവൃദ്ധി പ്രാപിച്ചതോടെ ഒരു കമ്പനി സ്ഥാപിച്ചു. 1906 വോക്കർ ഔദ്യോഗികമായി മാഡം CJ വോക്കർ മാനുഫാക്ചറിംഗ് കമ്പനി സ്ഥാപിച്ചു. സൗന്ദര്യ വ്യവസായത്തിൽ ഒരു തകർപ്പൻ ബിസിനസ് സ്ഥാപിച്ചു. ഇൻഡ്യാനയിലെ ഇൻഡ്യാനാപോളിസിൽ ഒരു ഫാക്ടറിയും പരിശീലന സ്കൂളും നിർമ്മിച്ചു. ബിസിനസ് കൂടുതൽ വിപുലീകരിച്ചതോടെ രാജ്യത്തുടനീളം അവരുടെ ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ വോക്കർ ഏജന്റുമാരെ റിക്രൂട്ട് ചെയ്തു. നൂതനമായ ഹെയർ കെയർ ഉൽപ്പന്നങ്ങൾ, ബിസിനസ്സിലെ മിടുക്ക്, ആഫ്രിക്കൻ അമേരിക്കൻ വനിതാ സംരംഭക ശക്തിപ്പെടുത്തുന്നതിനുള്ള സമർപ്പണം എന്നിവയിലൂടെ വോക്കർ അമേരിക്കയിലെ ആദ്യ വനിതാ സ്വയം നിർമ്മിത കോടീശ്വരിയായി. കാലക്രമേണ അവരുടെ മകൾ എലീലിയ വോക്കർ കുടുംബ ബിസിനസ്സിൽ നിർണായക പങ്കുവഹിച്ചു. 1990 സ്ഥാപിതമായ നാഷണൽ അസോസിയേഷൻ ഫോർ ദ അഡ്വാൻസ്മെന്റ് ഓഫ് കളേർഡ് പീപ്പിൾസിന്റെ ഒരു പ്രധാന ദാതാവായിരുന്നു അവർ. ബുക്കർ ടി വാഷിംഗ്ടണിന്റെ നേതൃത്വത്തിലുള്ള ചരിത്രപ്രധാനമായ കറുത്തവർഗക്കാരുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിനെയും അവർ പിന്തുണച്ചു. വോക്കർ ലിഞ്ചിങ് വിരുദ്ധ ക്യാമ്പയിനുകൾക്ക് സംഭാവനകൾ നൽകുകയും ആഫ്രിക്കൻ അമേരിക്കക്കാർക്ക് നീതിക്കായി വാദിക്കുകയും ചെയ്തു. വോക്കർ 1919 വൃക്കസംബന്ധമായ രക്തസമ്മർദ്ദവുമായി ബന്ധപ്പെട്ട സങ്കീർണതകൾ മൂലം അന്തരിച്ചു. അവരുടെ പാരമ്പര്യം സൗന്ദര്യ വ്യവസായത്തിലും ആഫ്രിക്കൻ അമേരിക്കൻ കമ്മ്യൂണിറ്റികളിലും ശാശ്വതമായ സ്വാധീനം ചെലുത്തി. അടിമയിൽ നിന്നും ഉടമയിലേക്ക് ഉയർന്നു വന്ന ഫീനിക്സ് പക്ഷി തന്നെയായിരുന്നു സാറ ബ്രിഡ്ലോവ് എന്ന മാഡം CJ വോക്കർ.